നാച്ചുറോപ്പതി കേരളയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. കഴിഞ്ഞ 35 വർഷക്കാലമായിട്ട് ചൈതന്യ നാച്ചുറോപ്പതി ഹോസ്പിറ്റലിൽ എത്തുന്ന രോഗികളുടെ വളരെ ഫലപ്രദങ്ങളായിട്ടുള്ള നല്ല റിസൾട്ട് കിട്ടുന്ന കേസുകൾ ഞങ്ങൾ ആളുകൾക്ക് മുമ്പിൽ അവയർനെസ്സിന് വേണ്ടി നൽകാറുണ്ട്. രണ്ട് തരത്തിലുള്ള രോഗികളാണ് നമുക്കിവിടെ വരാറുള്ളത്. ഒന്ന്, തങ്ങൾക്ക് എടുക്കുന്ന ചികിത്സ മറ്റാളുകളോട് ആരും അറിയണ്ട എന്ന് വിചാരിക്കുന്ന ആളുകൾ. തങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടിയാലും അത് ആരോടും പറയാതെ അവർക്ക് ആ ഫലവുമായിട്ട് അവർ പോകും. എന്നാൽ വേറെ ഒരു വിഭാഗം ആളുകൾ തങ്ങൾക്ക് കിട്ടിയ അനുഭവം മറ്റുള്ളവർക്കിലേക്ക് ഷെയർ ചെയ്യുകയും അവർക്ക് കൂടി രക്ഷ കിട്ടട്ടെ എന്ന് കരുതുകയും ചെയ്യുന്നതായ ഒരു വിഭാഗം ആളുകളുണ്ട്. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിരിക്കുന്നത് മിനിയാണ്. മിനി റാന്നി സ്വദേശം. മിനിക്ക് ഉണ്ടായ അനുഭവങ്ങളും ഇവിടെ കിട്ടിയ റിസൾട്ടും മറ്റുള്ളവർക്ക് കൂടി അറിയണം എന്ന ആഗ്രഹമുണ്ട്. കാരണം അതുപോലെ തീവ്രമായ അനുഭവങ്ങൾ കൂടി കടന്നുപോയി വലിയ അത്ഭുതകരമായ ഫലം നേടിയ ആളാണ് മിനി. മിനിയിൽ നിന്ന് നമുക്ക് ചോദിച്ചറിയാം, എന്തിനു വേണ്ടിയാണ് വന്നത്? എൻ്റെ കാലിനൊരു പരിവുണ്ടായി. അത് നമ്മൾ അലോപ്പതി ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അവിടെ 1.5 മാസം നമ്മൾ ചികിത്സ നടന്നു. പക്ഷേ എങ്കിൽ അതിന് നമുക്ക് മെച്ചമായ ഫലം നമുക്കത് കിട്ടിയില്ല. എന്താ പരിവ് ഉണ്ടാകുന്നതിന്റെ കാരണം എന്താണെന്ന് അവർ പറഞ്ഞു? ഷുഗർ പേഷ്യൻ്റാണ്. എത്ര വർഷമായി ഷുഗർ തുടങ്ങിയിട്ട്? 9 വർഷമായി. 9 വർഷമായി ഷുഗറിന് മരുന്നൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. ഇൻസുലിൻ 4 നേരം എടുക്കുന്നുണ്ടായിരുന്നു. 4 നേരം ഇൻസുലിൻ എടുക്കുന്നുണ്ടായിരുന്നു. മരുന്നുകൾ കഴിക്കുന്നുണ്ട്. ഇൻസുലിൻ എടുക്കുമ്പോൾ ഷുഗർ നോർമൽ ആയിരുന്നോ? 300, 400, 450 ഒക്കെ പോകുമായിരുന്നു. ഫാസ്റ്റിംഗിൽ അത്രയും കാണുമായിരുന്നു. അപ്പൊ ഈ കുരുക്കൾ ആദ്യമായിട്ടാണോ വരുന്നത്? കുരുക്കൾ അങ്ങനെ ഇടയ്ക്ക് ഉണ്ടാകുമായിരുന്നു. ഞങ്ങൾ പറയുന്നത് പ്രമേഹ കുരുക്കൾ എന്നാണ് ഇതിനെ പറയുന്നത്. ഈ പ്രമേഹ കുരുക്കൾ ആദ്യമായിട്ടല്ല, പിന്നെ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. അന്നൊക്കെ ഈ കീറിക്കളയുമോ? എന്താ ചെയ്യുന്നത്? അന്ന് അങ്ങനെ കീറിക്കളയുമായിരുന്നു. ആശുപത്രിയിൽ പോകും, അവർ കീറി മരുന്ന് പുരട്ടി കുറച്ച് കഴിയുമ്പോൾ അത് മാറും. പിന്നീട് ഒരു 2-3 മാസം കഴിയുമ്പോൾ പിന്നെ അത് ആവർത്തിച്ചുണ്ടാകുമായിരുന്നു. അപ്പോഴൊക്കെ ഇങ്ങനെ അലോപ്പതി ചികിത്സ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് തന്നെയായിരുന്നു. മരുന്നകത്ത് കഴിക്കാൻ മരുന്ന് തരും, ആന്റിബയോട്ടിക്കുകൾ തരും, ഇൻസുലിൻ എടുക്കും. അപ്പൊ നമ്മുടെ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് ആയിട്ട് ഈ കാലിലെ കുരു വ്രണമായിട്ട് വരികയും പിന്നെന്താ അനുഭവം എന്ന് പറഞ്ഞാട്ടെ. അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവരത് എന്താ ചെയ്തത്? ചെത്തി മാറ്റി. പിന്നീട് 1.5 മാസത്തോളം അവിടുത്തെ ചികിത്സയിൽ കിടന്നു. എന്നിട്ട് പിന്നീട് അപ്പോൾ ഷുഗർ നോർമൽ ആകുന്നുണ്ടായിരുന്നോ? ഷുഗർ നോർമൽ ആകുന്നില്ല. അപ്പോഴും 400 ഒക്കെ ആയിപ്പോഴും 4 നേരം വെച്ച് ഇൻസുലിൻ എടുക്കുന്നുണ്ട്. അതുകൂടാതെ ടാബ്ലറ്റും ഉണ്ട്, ആന്റിബയോട്ടിക്കുകളും ഉണ്ട്. എല്ലാം കഴിക്കുമായിരുന്നു ഇത് സുഖമാകാൻ വേണ്ടി. പിന്നീട് ചെന്നപ്പോൾ അവർ പറഞ്ഞു, പിന്നെയും നമുക്കിത് മാംസം കളഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് സുഖമാകൂ, ചെത്തി മാറ്റിയെങ്കിലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നീട് അത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന മാംസം വേറെ വികൃതമായി ഉണ്ടാകും. അതുകൊണ്ട് വികൃതമായിട്ട് വരും. അതുകൊണ്ട് കളയുന്നതാണ് നമുക്ക് നല്ലതെന്നാണ് പറയുന്നത്. അപ്പൊ മിനി എന്താ അതിന് തയ്യാറാകാഞ്ഞത്? അത് തയ്യാറായില്ല. കാരണം ഞാൻ പലരുടെ അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട്. 2-3 വർഷങ്ങൾ കൊണ്ട് വ്രണം മാറാതെ നിൽക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്കും അതേ അനുഭവം ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് ചിന്ത വന്നത് കൊണ്ട് ഞാനിപ്പോ ഇതുപോലെ ഇടയായി. അങ്ങനെ ഇവിടെ വന്ന് ഡോക്ടറെ സംസാരിച്ച് അങ്ങനെ 1.5 മാസത്തോളം ഇവിടെ ചികിത്സയിലായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇപ്പോഴെന്റെ സുഖമായി, കാലുകളെല്ലാം സുഖമായി, മുറിവുകൾ ഉണങ്ങി. കാലൊന്ന് കാണിക്കാമോ? ശരി. ഇവിടെ മുതൽ ഇത്രയും വ്രണമായിരുന്നു ഇവിടെ വരുമ്പോ, അല്ലേ? അതെ, വലിയ മുറിവായിരുന്നു. എല്ല് കാണുന്ന അവസ്ഥയിലായിരുന്നു. അസ്ഥി കാണുന്ന അവസ്ഥയിലാണ് എത്തിയത്. എത്ര നാൾ കൊണ്ട് ഇവിടെ നമ്മുടെ ട്രീറ്റ്മെന്റിൽ പിന്നെ ഇപ്പൊ നമ്മള് മരുന്നുകൾ, ഇംഗ്ലീഷ് മരുന്നുകളൊന്നും കഴിക്കുന്നില്ലല്ലോ? ഇൻസുലിൻ പൂർണ്ണമായി നിർത്തിയില്ലേ? എത്ര നാളുകൾ കൊണ്ട് നമ്മുടെ 2 മാസം? 2 മാസം. ഇൻസുലിൻ നിർത്താൻ എത്ര ദിവസം എടുത്തു? ഇൻസുലിൻ നിർത്താനായിട്ട് 2.5 ആഴ്ച എടുത്തു. 2.5 ആഴ്ച കൊണ്ട് ഇൻസുലിൻ പൂർണ്ണമായി നിർത്തി. ഒരു നിർത്തിയിരിക്കും. പിന്നെ ഇംഗ്ലീഷ് മരുന്നുകളും അതിന് കഴിക്കുന്നില്ല. ആന്റിബയോട്ടിക് ഒക്കെ അന്ന് തന്നെ നിർത്തിയിരുന്നു. ഇവിടുത്തെ ട്രീറ്റ്മെന്റിൽ അന്ന് തന്നെ ആന്റിബയോട്ടിക് നിർത്തിയിരുന്നു. എൻ്റെ 35 വർഷത്തെ അനുഭവത്തിൽ 20 വർഷത്തിലേറെയായി മരുന്നുകൾ കഴിക്കാതെ പ്രമേഹ രോഗം കൺട്രോൾ ചെയ്ത് നിയന്ത്രിച്ചു പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇത് പ്രമേഹം ഇപ്പം പൂർണ്ണമായിട്ട് മാറിയൊരവസ്ഥ. ഇപ്പം ബ്ലഡ് ഷുഗർ ഇന്ന് രാവിലെ എത്ര കണ്ടത്? ഇന്ന് രാവിലെ 95. 100 താഴെ ഇപ്പൊ എപ്പോഴും നിൽക്കുന്നു. ഇൻസുലിൻ ഇല്ല, ഗുളികകളൊന്നുമില്ല, മരുന്നുകൾ. ആവശ്യത്തിന് ആഹാരം കിട്ടുന്നില്ല. വിശപ്പുണ്ടോ ഇപ്പം? ആഹാരം കൊണ്ട് മതിയാവുന്നുണ്ടോ? അതായത് സാധാരണഗതിയിൽ ഡയബറ്റീസുകാരുടെ വിശപ്പ് ഭയങ്കരമാണ്.
അപ്പോൾ അവർ പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കും, ഷുഗർ കൂടിക്കൊണ്ടേയിരിക്കും. പക്ഷെ നമ്മുടെ ആഹാരം കഴിച്ചാൽ വിശപ്പാണ് ആദ്യം നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്, ഇവിടുത്തെ രീതി. അത് ആദ്യ ദിവസങ്ങൾ കൊണ്ട് തന്നെ മനസ്സിലായില്ലേ. പിന്നെ അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ക്ഷീണം അത് പൂർണ്ണമായിട്ടും നമുക്ക് മാറും. ക്ഷീണത്തിൻ്റെ ഒരു പ്രശ്നമേ ഉണ്ടാവത്തില്ല. ഡയബറ്റീസ് രോഗികളെ കണ്ടാൽ എപ്പോഴും തൂങ്ങി, അവരിയ്ക്കുന്നിടത്ത് ഉറക്കം തൂങ്ങി നിൽക്കുന്നൊരവസ്ഥയുണ്ട്. ആ അവസ്ഥയിൽ നിന്ന് മാറിയാണ് മിനിയുടെ കാര്യത്തിൽ കിട്ടിയേക്കുന്ന ഫലം. അങ്ങനെ ഇരിക്കുന്നിടത്തെല്ലാം തൂങ്ങിപ്പോവും. അപ്പൊ ഈ അവസ്ഥയെ തരണം ചെയ്തുകൊണ്ട് ആരോഗ്യത്തിലേക്ക് ഇപ്പം മടങ്ങി വന്നിരിക്കുക. ഇപ്പം ആളുകളോട് പറയേണ്ടത്, പ്രകൃതി ചികിത്സയുടെ ഇത്തരം ചികിത്സാ രീതികൾ, പണ്ടത്തെ ചികിത്സാ രീതികൾ പലരും ശോഷിച്ചു പോകുന്നതുകൊണ്ട്, മെലിഞ്ഞു പോകുന്നതുകൊണ്ട് പ്രകൃതി ചികിത്സയ്ക്ക് പോകുന്നവർ എല്ലാം പിന്നെ മെലിഞ്ഞു പോവും, അവർ പുല്ല് തിന്നുന്നവരാണെന്നൊക്കെ ഒരു ധാരണയാണ്. ഇപ്പോഴത്തെ ആഹാരത്തിൽ നമ്മൾ പുല്ലല്ല, പിന്നെ ഇലക്കറികൾ കഴിക്കുന്നുണ്ട്, വെജിറ്റബിൾസ് ധാരാളം കഴിക്കുന്നുണ്ട്, മത്സ്യം കഴിക്കുന്നുണ്ട്, മാംസം കഴിക്കുന്നുണ്ട്, ചിക്കൻ ഒക്കെ കഴിക്കുന്നുണ്ട്. എന്നിട്ടും പ്രമേഹം നോർമൽ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ശരിയായ ഒരു ഭക്ഷണ രീതിയിലേക്ക് വന്നാൽ പ്രമേഹം മാറുമെന്നും മാറി നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയുമെന്നും നമ്മുടെ മാംസപേശികളും ശരീരവും ശോഷിച്ചു പോകാതെ. പ്രമേഹ രോഗത്തിൻ്റെ എനിക്ക് എന്നും പറയാനുള്ള കാര്യം, ചികിത്സ എടുത്ത് ഇപ്പം നല്ല റിസൾട്ടൊക്കെ കിട്ടി, കുറേ കഴിയുമ്പോൾ ഉണങ്ങി പോകുന്നെങ്കിൽ അപ്പോൾ ഈ പണി നിർത്തിക്കോണം, അന്നേരം നിർത്തിക്കോണം. നിങ്ങൾ ചെയ്യുന്നത് തെറ്റ് വരുന്നു എന്ന് അതിൻ്റെ അർത്ഥം. അപ്പം ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യണം. എൻ്റെ ശരീരം മെലിഞ്ഞു പോകുന്നു, എൻ്റെ ശരീരത്തിൻ്റെ വെയിറ്റ് വല്ലാതെ പോകുന്നു, അപ്പോൾ ഉടൻ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യണം. കോൺടാക്ട് ചെയ്തിട്ട് തെറ്റ് തിരുത്തണം. തെറ്റ് തിരുത്തി കഴിയുമ്പോൾ ഒരിക്കലും ശരീരം മെലിഞ്ഞ് ശോഷിച്ചു പോകത്തില്ല. ശോഷിച്ചു പോകുന്നത് ചികിത്സയിലെ തെറ്റുകൊണ്ടാണ്. ആവശ്യമായ മാക്രോ ന്യൂട്രിയൻസ് നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ്. അത് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കൂ. അതുപോലെ തന്നെ വൈറ്റമിൻസും മിനറൽസും ഒക്കെ നമുക്ക് കിട്ടണം. അതെല്ലാം നമ്മുടെ ഫുഡിലുണ്ട്. അപ്പോൾ അത് കൃത്യതയിൽ പാലിച്ചു പോകണം. ഇനിയും മുമ്പ് പറഞ്ഞല്ലോ പ്രമേഹ കുരുക്കളെക്കുറിച്ച്. ഈ പ്രമേഹ കുരുക്കൾ പലർക്കും തിരിച്ചറിയത്തില്ല. ഇവിടെ വരുന്ന ഇപ്പോൾ 18 വയസ്സുള്ളൊരു പെൺകുട്ടി ഇവിടെ വന്നു, കോളേജിൽ പഠിക്കുന്ന കുട്ടി. അവൾക്ക് കൈയുടെ കഷത്തിൽ പരുവ് വന്നു. എന്ത് ചെയ്താൽ പരുവ് കരിയുന്നില്ല. പല ആശുപത്രിയും കണ്ട് അവർ മറ്റൊന്നും ചെയ്യുന്നില്ല, അത് കീറുക വിടുക. ഞാൻ പറഞ്ഞു ഡയബറ്റീസ് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ഇവിടെ ഒന്ന് ഡയബറ്റീസ് ചെക്ക് ചെയ്തപ്പോൾ ഡയബറ്റീസ് ഹൈ ആണ്. HbA1c നോക്കുമ്പോൾ 9 കൂടുതലാണ്. അപ്പോൾ അവർക്ക് ഒരിക്കലും മാറത്തില്ല. അപ്പം ഡയബറ്റീസ് സ്ട്രിക്റ്റ് ആയിട്ടിരുന്നാൽ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വന്നുകൊണ്ടിരുന്ന ഒരിക്കൽ പോലും ഇനി ജീവിതത്തിൽ വരത്തില്ല, ഒരിക്കൽ പോലും ഇനി തിരിച്ചു വരത്തില്ല. അപ്പോൾ കൃത്യമായി ഡയബറ്റീസ് നോക്കണം, പ്രമേഹം കൃത്യമായി പരിശോധിച്ച് നോക്കണം. 3 മാസത്തിലൊരിക്കൽ HbA1c എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യണം. 3 മാസത്തിൽ ആവറേജ് ഷുഗർ അറിയുന്ന ടെസ്റ്റ്. അത് ഇതേപോലെ നിൽക്കുമ്പോൾ ആവറേജ് ഷുഗർ ഇപ്പോൾ 5 താഴെ ആയിരിക്കും. അങ്ങനെ കൊണ്ടുപോകാൻ കഴിയും. അത് ആദ്യം ഇവിടെ വരുമ്പോൾ 12 ആയിരുന്നല്ലോ HbA1c. അപ്പോൾ അതിൽ നിന്ന് വളരെ താഴേക്ക് കൊണ്ടുവന്ന് ഇപ്പം നോർമലായിരിക്കും. നമുക്കിനി 3 മാസം കഴിയുമ്പോൾ ചെക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെ വെള്ളം കുടിക്കാനുള്ള അളവ് ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഫുഡിൻ്റെ രീതികളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ഫുഡിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നത് ഞങ്ങളുമായി ചോദിച്ചു വേണം. നിങ്ങൾക്ക് വിശപ്പുണ്ടാകുന്നില്ല, ക്ഷീണം ഉണ്ടാകുന്നില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഭക്ഷണം കഴിക്കണമെങ്കിൽ കഴിച്ചാൽ അതിനനുസരിച്ച് ഇവിടെ പറയുന്ന കാര്യങ്ങൾ ചെയ്യണം. എക്സസൈസുകളും മറ്റും കൃത്യമായി ചെയ്തുകൊണ്ട് വേണം ഇത് പോകാൻ. പ്രമേഹത്തെ തോൽപ്പിക്കാൻ നമുക്ക് കഴിയും. പ്രമേഹമില്ലാതെ ജീവിക്കാൻ നമുക്ക് കഴിയും. വളരെ കൃത്യമായ ഒരു ജീവിത രീതി നിലനിർത്തി പോയാൽ അത് കഴിയും. അതാണ് നമുക്ക് പറയാനുള്ളത്.